ഹരേ രാമ ഹരേ കൃഷ്ണ. ഇന്ന് പാപമോചനി ഏകാദശിയാണ്. കൊല്ലവർഷം 1200 മീനമാസം 11 ചൊവ്വാഴ്ച കൃഷ്ണപക്ഷത്തിലെ പാപമോചനി ഏകാദശി. ഏകാദശി തിഥി വരുന്നത് 25 മാർച്ച് 25 രാവിലെ 5:05 മുതൽ 25 മാർച്ച് 26 രാവിലെ 3:45 വരെയാണ്. പാപമോചനി ഏകാദശി പാരണ മുഹൂർത്തം മാർച്ച് 26 രാവിലെ 6:17 മുതൽ 8:45 വരെയാണ്. അതായത് എല്ലാ വ്രതങ്ങളിലും വെച്ച് മുഖ്യമായത് ഏകാദശി വ്രതം എന്നാണല്ലോ പ്രമാണം. അചഞ്ചല ഭക്തിയോടെ വ്രതമനുഷ്ഠിക്കുന്ന ഭക്തനെ സർവദാ ധർമ്മിഷ്ഠനും സദാചാരിയുമാകുകയും സർവപാപങ്ങളെയും നശിപ്പിച്ച് സർവബാധകളെയും ശമിപ്പിച്ച് എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുകയും അഷ്ടമഹാസിദ്ധികളെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന മഹാവ്രതമാണത്രേ ഇത്. ഇത്തരത്തിൽ ഏകാദശിക്ക് പ്രാമുഖ്യം കൽപ്പിച്ചിരിക്കുന്നതിനാൽ മുക്തിദായകമായ ഈ ഏകാദശി വ്രതങ്ങൾ കഴിയുമെങ്കിൽ എല്ലാവരും അനുഷ്ഠിക്കുക. പാപമോചനി ഏകാദശി ദിവസവും ഉപവസിച്ച് വിഷ്ണുനാമങ്ങളും സ്തോത്രങ്ങളും ഉരുവിട്ട് ദാനധർമാദികൾ ചെയ്ത് ഭക്തിപൂർവം വിധിയാവണ്ണം പാപമോചനി ഏകാദശി അനുഷ്ഠിച്ചാൽ നിത്യജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ പാപങ്ങളിൽ നിന്നും അതിൻ്റെ ദോഷങ്ങളെല്ലാം നീക്കി വ്രതമനുഷ്ഠിക്കുന്നയാൾക്ക് പാപമോചനവും നിത്യജീവിതത്തിൽ മറ്റെല്ലാ അഭിവൃദ്ധികളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഏവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ പാപമോചനി ഏകാദശി ആശംസകൾ നേരുന്നു. എല്ലാവരും ഏകാദശി എടുക്കുമല്ലോ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.